വർഷമൊന്നുമില്ല, കൂടിപ്പോയ 1 കൊല്ലം. അതെ, 1 കൊല്ലം പഴക്കമുണ്ടെങ്കിലും ഒരു യുഗം പോലെ തോന്നിപ്പോകുന്നതായിരുന്നു അത്. ജീവിതം തന്നെ തിരിച്ചു പിടിച്ച കഥ. ചോരയുടെ നർമ്മണവും ഇരുട്ടിലെ അലർച്ചകളും പാലപ്പൂവിൻ്റെ ഗന്ധവും ഭയപ്പെടുത്തുന്ന രൂപവും നിറഞ്ഞ അമാവാസി രാത്രികൾ. 2020 സെപ്റ്റംബർ 26-ാം തീയതി. എൻ്റെ അമ്മേ, എത്ര നേരമായി ചുറ്റൽ? ഇപ്പം വല്ല എത്തോ ഗീതു? സത്യം നല്ലപോലെ വിശക്കുന്നുണ്ടടി. ഇവിടെ വല്ല ഹോട്ടലുണ്ടോ? പിന്നെ നിന്റെ ആരേലും ഈ കാട്ടിൽ കട കൊണ്ടുവയ്ക്കോ ആദി? അല്ല, മീതു എന്തേ? ഉറക്കമാണോ? ആണെന്ന് തോന്നടി. തോന്നലല്ല മോളെ, അവളാറുറക്കമായി കാണും. എങ്ങനെ ഉറങ്ങാതിരിക്കും? ആദ്യം മണ്ടത്തരം കേട്ട് ഉറങ്ങിയതാവും ലേഡി. മതി മതി, എല്ലാണോ ആദ്യം താഴ്ത്തിയത്? ഓ, പാവി മോളിന് കൊണ്ടുപോകണം. മോളെ ഗീതു, വണ്ടി നേരെ ഓടിക്കും. ഈ കാട് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. മഴ വരും പോലെ തോന്നുന്നു അല്ലേടി? അതിനുള്ളിൽ എത്തിയാൽ മതിയായിരുന്നു. ഇപ്പം എത്തുമടി. ആ, എത്തിയല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കുടുംബ ബംഗ്ലാവ്. എങ്ങനെയുണ്ട് ഗൈസ്? എൻ്റെ പവി, ഇറ്റ്സ് റിയലി ഓസം. യാ വാ, ഇറങ്ങില്ലാണോ? മഴ വരും മുമ്പ് കയറാം. ആ മീതുനെ വിളിക്കടി. ഞാൻ എണീറ്റടി. നിൻ്റെയൊക്കെ ആക്കൽ കേട്ട് ഉറക്കം തന്നെ പോയി. ഇനി അകത്ത് പോയിട്ട് വേണം ഒന്നുകൂടെ ഉറങ്ങാൻ. വാങ്ങി ഫുഡ് എന്തേടി ആദി? ഇവിടെ ഉണ്ട് മോളെ. കുളിച്ചിട്ട് അപ്പുറം സാപ്പിടില്ല. വാ. എത്ര വലിയ ബംഗ്ലാവാ. കഥക് തുറന്ന് അവർ കയറാൻ നോക്കുന്നു. വാതിൽ തുറന്ന് കയറാൻ പോകുന്നതും മുകളിൽ നിന്ന് ഒരു തുണിക്കെട്ട് വീഴുന്നു. അയ്യോ, എന്താ അത്? അറിയില്ലടി. കണ്ടിട്ട് എന്തോ ആചാരപ്രകാരമുള്ള തുണിക്കെട്ടാണെന്ന് തോന്നുന്നു. നീ അതെടുത്ത് കളയടി മീതി. നോ, എനിക്ക് പേടിയാ. പവി, നീ തന്നെ കളയൂ. ഇങ്ങനെ പേടിത്തൂറുകൾ. മാറങ്ങോട്ട്. തുണിക്കെട്ടിനെ പവി എന്ന പെൺകുട്ടി വലിച്ചെറിയുന്നു. ഇനി വാ, ഉള്ളിൽ കയറാം. എല്ലാരും പെട്ടിയും പ്രമാണവും എടുക്കണേ, മറക്കരുത്. അകത്ത് കയറുന്നു. നിങ്ങൾ താഴെ കിടന്നോ, ഞാൻ മുകളിൽ പോവുകയാ. മീതു, പരിചയമില്ലാത്ത സ്ഥലമാ, ഒറ്റയ്ക്ക് കിടക്കണ്ട. അത് മാത്രമല്ല, കണ്ടിട്ട് തന്നെ എന്തോ പ്രശ്നമുള്ള പോലെ. ഡേഡി, ഞാനേ നിങ്ങളെ പരിചയമില്ലാത്ത സ്ഥലത്തല്ല കൊണ്ടുവന്നത്, കേട്ടല്ലോ. ഇതെന്റെ ബംഗ്ലാവാണ്, കേട്ടോ? ആണോ? എന്നാൽ ഇതിനെത്ര റൂമുണ്ടെന്ന് പറ. അത് പിന്നെ 10. തേങ്ങ, ഇത് കണ്ടാൽ 10 റൂമുണ്ടെന്ന് പറയോ? കുടി. വാ, മതി, നല്ല ക്ഷീണമുണ്ട്. ഒന്നുറങ്ങിയാലേ മാറും. നാളെ മോർണിംഗ് എല്ലാവർക്കും ന്യൂ റൂം കണ്ടുപിടിക്കാമേ. ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചു കിടന്നാൽ മതി. എന്നാൽ ഓരോരുത്തർ വീതം ഫ്രഷായി ഫുഡ് അടിക്കാൻ വാ. കുളിയെല്ലാം കഴിഞ്ഞ് 4 പേരും ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നു. എന്ത് ടേസ്റ്റ് അല്ലേടി. യാ എല്ലാണോ കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. നാളെ ഔട്ടിങ് പോണം. യാ ഷുവർ. എല്ലാവരും ആഹാരം കഴിക്കുന്നു. സന്തോഷപൂർവ്വം കിടക്കാൻ പോകുന്നു. രാത്രിയുടെ ഭീകരത അറിയാതെ ആ ബംഗ്ലാവിൽ 4 യുവതികൾ ഉറങ്ങുകയാണ്. 4 പേരും സുഖമായി ഉറങ്ങുകയാണ്. നിശാന്തതയുടെ ആ രാത്രി ബംഗ്ലാവ് പതിവ് പോലെ ഉണരുകയാണ്. നായ്ക്കളുടെ ഊളം വിളിയും വവ്വാലിൻ്റെ ചിറകടി ശബ്ദവും ആകാശത്തിൻ്റെ വ്യതിയാനങ്ങളും പതിവ് പോലെ തന്നെ വന്നെത്തി. അതിനിടയ്ക്ക് മീതു ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുന്നു. എന്നിട്ട് കരയുന്നു. അവളുടെ നിലവിളി കേട്ട് ബാക്കിയുള്ളവരും ഉണരുന്നു. എന്താടി, എന്തു പറ്റി മീതു? എടി, എന്തോ ഒരു ശബ്ദം ഞാൻ കേട്ടു. എന്ത് ശബ്ദം? ഞങ്ങൾ കേട്ടില്ലല്ലോ. നീ കേട്ടോടി പവി? ഞാനോ? കേട്ടില്ലല്ലോ. നീ എന്താ ശബ്ദമാ കേട്ട മീതു? പറ. എന്തോ കരയുന്ന പോലെ. നിനക്ക് തോന്നിയതാകും. പഴയ ബംഗ്ലാവല്ലേ, വവ്വാൽ കാണും, അതാകും കരഞ്ഞത്. ദേ ഗീതു, ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ വവ്വാലിൻ്റെ കരച്ചിൽ തിരിച്ചറിഞ്ഞുകൂടാതിരിക്കാൻ? അതല്ല, എന്നാലും തോന്നിയതാകണ്ടി. അല്ലടി, സത്യം, ഒരു സ്ത്രീ കരയും പോലെയാ. ഞാൻ കേട്ടതാ. തോന്നിയതാകും. നീ കിടന്നുറങ്ങ്, കേട്ടോ? എല്ലാരും കിടന്നുറങ്ങോട്ട്. അസ്വാഭാവിക ശബ്ദം കേട്ടതിൽ ചെറിയ സംശയം പവി എന്ന പെൺകുട്ടിക്ക് തോന്നിയിരുന്നു. എന്നാലും അവൾ കാര്യമാക്കിയില്ല. ക്ലോക്കിൽ 2 മണി ശബ്ദമടിച്ചതും പിന്നെയും മൂളൽ ശബ്ദം കേട്ടു.
പവി ശ്രദ്ധിച്ചിരുന്നെങ്കിലും അവൾ കാര്യമാക്കിയില്ല. അസ്വാഭാവിക ശബ്ദങ്ങൾക്കൊടുവിൽ സൂര്യോദയം സംഭവിക്കുകയുണ്ടായി. തലേന്ന് പറഞ്ഞതുപോലെ തന്നെ അവൾ ഫ്രഷായി ഔട്ടിംഗ് പോകാൻ തയ്യാറാവുകയായിരുന്നു. ഇതിനിടയ്ക്ക് തലേന്ന് നടന്ന അസ്വാഭാവികത പവി അവളുടെ അച്ഛനോട് പങ്കുവയ്ക്കാൻ ഫോൺ വിളിച്ചു നോക്കുകയായിരുന്നു. എന്നാൽ ഭാഗ്യക്കേട് കൊണ്ട് ആ ഫോൺ കണക്റ്റ് ആയില്ല. എന്താ പറഞ്ഞടി, വെയിറ്റ് എ മിനിറ്റ്. ഷോ, നീ അച്ഛൻ എന്താ ഫോൺ എടുക്കാത്തെ? എടി പവി, ഒന്ന് വാ മോളെ. ഓഹ്, ഇവളുമാരെ കൊണ്ട് തോറ്റല്ലോ. അച്ഛനെ പിന്നെ വിളിക്കാം. ഓഹ്, മഹാറാണി എവിടായിരുന്നു? ആരായിരുന്നു ഫോണിൽ? കിച്ചു ആയിരുന്നോ? എല്ലാവരും ചിരിക്കുന്നു. കിച്ചു പവിയുടെ കാമുകനായിരുന്നു. ഒന്ന് പോടി, അവനെ ഇന്നലെ ഉച്ച തൊട്ട് കോളിൽ കിട്ടുന്നില്ല. നെറ്റ് പ്രോബ്ലം ആകും. ഇപ്പോൾ വിളിച്ചത് അച്ഛനെയാണ്. എന്നിട്ട് കിട്ടിയോ? ഏയ്, നോ കണക്ഷൻ. അല്ലേ തന്നെ ഈ പട്ടിക്കാട്ടിൽ എന്തോ കിട്ടും. എടി പവി, അപ്പം നീ പട്ടിക്കാട്ടിലുള്ളതാണല്ലേ? മോളെ മീതു, അധികം ഊതല്ലേ, പോയി വണ്ടിയിൽ കയറും. 4 പേരും വണ്ടിയിൽ കയറുന്നു. വണ്ടി മെല്ലെ നീങ്ങി തുടങ്ങുന്നു. കാടിൻ്റെ നിഗൂഢതകളിൽ നിന്നും കുറെ മുന്നേ എത്തിയപ്പോൾ ഒരു കട അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. എടി നോക്കടി, കാട്ടിലൊരു കട. എവിടെയാ കട? എല്ലാവരും ചിരിക്കുന്നു. ഓ, ഈ മീതുവിൻ്റെ ഒരു കോമഡി. വണ്ടി അവർ കടയോട് അടുത്ത് നിർത്തുന്നു. ഹലോ അങ്കിൾ, എന്ത് വേണം മോളെ കഴിക്കാൻ? അങ്കിൾ, 4 കോഫി പിന്നെ 4 പഴംപൊരി. ഒന്ന് വെയിറ്റ് ചെയ്യണേ മോളെ. ഓ, അങ്കിൾ എത്ര കൊല്ലമായി ഈ കടയൊക്കെ ഇട്ടിട്ട്? ഞാനോ? കടയിട്ടിട്ട് 10-20 കൊല്ലമായി മോളെ. ഓ, അപ്പോൾ ഫാമിലി കുടുംബം എന്നൊക്കെ പറയാൻ, മൂത്തവൻ മരം വെട്ടുകാരൻ. ഈ കാടാണ് ഞങ്ങളുടെ അന്നം. ഇളയവൾ ഒരപകടത്തിൽ മരിച്ചു. 5 വർഷമായി. അപ്പോൾ ഭാര്യ? അവൾ പിള്ളേരുടെ ചെറുപ്പത്തിലേ മരിച്ചു. പകർച്ചവ്യാധി പിടിപെട്ടതാണ് അവൾക്ക്. അതൊക്കെ പോട്ടെ, മോൾ എവിടെ താമസം? നിങ്ങളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ എവിടെന്നാ? അങ്കിൾ, എൻ്റെ പേര് പവി. ഇതെൻ്റെ ഫ്രണ്ട്സാണ്. ഞങ്ങളൊരു യാത്ര പുറപ്പെട്ടതാണ്. ഞങ്ങൾ കുറച്ച് അകലെ വന്നതാ. ഇവിടെ എവിടേക്കാണ് വന്നത്? എൻ്റെ ഒരു കുടുംബ ബംഗ്ലാവുണ്ട് ഇവിടെ, അവിടേക്ക് ഞങ്ങൾ വന്നതാ. ഞാൻ ജനിക്കും മുമ്പേ ഇവിടുന്ന് കുടുംബത്തോടെ പോയതാ. ഇവിടെ എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാണോ? ഇവിടെ നിന്ന് അടുത്ത അങ്കിൾ. എടി മീതു, നിനക്ക് ഫോൺ, ഒന്നിങ്ങ് വന്നേ. പവി, ഞാനിപ്പോൾ വരാം, നിങ്ങൾ സംസാരിക്കേ. മോൾ ഏത് ബംഗ്ലാവിൻ്റെ കാര്യമാണ് പറയുന്നേ? ആക്ച്വലി അതിൻ്റെ കുടുംബ ബംഗ്ലാവാ. ഇപ്പോൾ പൂട്ടിയിട്ടേക്കുവാ. ഞങ്ങൾ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വന്നതാ. ഞങ്ങൾ സഹായിക്കാൻ ഒരു തോട്ടക്കാരനുണ്ട്, കുട്ടൻ. തോട്ടക്കാരൻ കുട്ടനോ? അപ്പുറത്തെ ബംഗ്ലാവ്, അതേതാ ബംഗ്ലാവ്? മോള് പറഞ്ഞ ബംഗ്ലാവ് 10-20 വർഷങ്ങളായി പൂട്ടിയിട്ടേക്കുന്ന ഭാർഗവി നിലയാണോ? ഭാർഗവി നിലയോ? പവി ചിരിക്കുന്നു. അങ്കിൾ, അതെൻ്റെ കുടുംബ ബംഗ്ലാവ്, പ്രേതാലയമൊന്നുമല്ല. പെട്ടെന്നൊരു മരമൊടിഞ്ഞ് താഴെ അങ്ങോട്ടേക്കാകുന്നു. മോളെ സൂക്ഷിക്കണം, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടമാ. എടി പവി, ഒന്ന് വാ, സാധനം വാങ്ങണ്ടേ? ഓഹ്, ഇവൾ ആരോട് വാചകം അടിച്ച് ജീവിതം മുന്നിടും. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം, ഗീതു പറഞ്ഞു. പവി, വന്നേ പോകാം. അങ്കിൾ, ഇന്ന് ലേറ്റാകും, ഞങ്ങൾ പോകുവാണേ, ബൈ. വാ 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 വാ. പവി അയാളെ തന്നെ തിരിഞ്ഞു നോക്കി നടന്നു പോകുന്നു. അയാൾ പറഞ്ഞതെല്ലാം അവളെ വല്ലാണ്ട് അലട്ടുന്നുണ്ടായിരുന്നു. എന്തു പറ്റിയടി? എന്താ? എല്ലാവരും കാര്യം അന്വേഷിക്കുന്നു. ഒന്നുമില്ലടി, നത്തിങ്. ശരി, എന്നാൽ പോകാം. ഓക്കെ ഡൺ. സന്തോഷത്താൽ എല്ലാവരും ഭയാനകത മനസ്സിലാക്കാതെ മുന്നോട്ട് നീങ്ങുന്നു. അപ്പോഴും പവിയുടെ ചോദ്യം ഇതായിരുന്നു, എന്തിനാ അങ്കിൾ അങ്ങനെ പറഞ്ഞത്? അങ്കിൾ പറഞ്ഞതും ഇന്നലെ രാത്രി സംഭവിച്ചതും എല്ലാം കൂടെ അവൾ ഒന്ന് ഭയന്നു. ഏയ് പവി, ഇവിടെ നിർത്തടി, ഇവിടെ എല്ലാം കാണും. വണ്ടി മറ്റൊരു കടയിൽ നിർത്തുന്നു. ആവശ്യ സാധനങ്ങൾ വാങ്ങുന്നു. പിന്നെയും കുറച്ചു നേരം അവിടെ ചിലവഴിക്കുന്നു. രാത്രി കഴിക്കാനുള്ള ഫുഡ് വാങ്ങി അവർ ബംഗ്ലാവിലേക്ക് തിരിക്കുന്നു.